കരവിരുതിലും ചിത്രരചനയിലൂടെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ സന്ദേശമാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥി നൽകുന്നത്. കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ കെവിൻ കെ ജെയിംസ് ആണ് തൻ്റെ ഒഴിവു സമയങ്ങളിൽ ചെറുകരങ്ങളിലൂടെ പൂർത്തീകരിച്ചത് നിരവധി വാഹനങ്ങളാണ്. കലൂർക്കാട് തഴുവംകുന്ന് കളപ്പുരയിൽ അധ്യാപകരായ ജെയിംസിന്റെയും റോസിലിന്റെയും 2 മക്കളിൽ ഇളയവനാണ് കെവിൻ. വിശേഷങ്ങളുമായി കെവിൻ ഇന്ന് നമുക്കൊപ്പം. എന്റെ പേര് കെവിൻ കെ ജെയിംസ്. ഞാൻ സെന്റ് അഗസ്റ്റിൻസ് കല്ലൂർക്കാട് ആണ് പഠിക്കുന്നത്. 6A ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് വണ്ടിയോട് ചെറുതായിട്ട് പണ്ടോട്ട് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വണ്ടികളൊക്കെ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഓരോന്നും കണ്ടുവച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. ആദ്യത്തെ വണ്ടികളൊക്കെ കാർഡ്ബോർഡിലാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് ഉണ്ടാക്കണൊക്കെ കണ്ടപ്പോൾ ഡാഡി എനിക്ക് ഫോം ഷീറ്റ് വാങ്ങിച്ചു തന്നു. അങ്ങനെ അതിലുണ്ടാക്കിയ ആദ്യത്തെ വണ്ടിയാണ് കൊമ്പൻ, ഈ ഇരിക്കണ വണ്ടി. സമയം ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇരിക്കില്ല, പഠിക്കാനുള്ളത് പഠിച്ചു തീർത്ത് പിന്നത്തെ സമയത്ത് മാത്രമേ ഇതുണ്ടാക്കാൻ ഇരിക്കുള്ളൂ. രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകും. പക്ഷെ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. എപ്പോഴും ഇരുന്ന് ഉണ്ടാക്കണോണ്ട് അവർക്ക് അറിയും. അപ്പൊ ഞാൻ ഇരുന്ന് പഠിക്കും. ടീച്ചേഴ്സ് ഞാനിങ്ങനെ അവിടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോ പരിപാടി ഒക്കെ വരുമ്പോ, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോ വണ്ടികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. മത്സരത്തില് 4ാം ക്ലാസ്സില് ഒരു പ്രാവശ്യം മത്സരിച്ച് ഒരു വലിയൊരു JCB ഉണ്ടാക്കി. ഫസ്റ്റ് A ഗ്രേഡ് കിട്ടി. പുതിയ മോഡല് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ എന്റെ തന്നെ ഇഷ്ടമുള്ള ഒരു പേരില് തന്നെ ഒരു വണ്ടിയുണ്ട്, പിനാക്കി എന്ന് പറഞ്ഞ. അതുപോലത്തെ ഒരു ട്രാവലർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചെയ്യണേ. ഇപ്പൊ ഈ ഇരിക്കുന്നത് ക്രിസ്മസ് അവധി 10 ദിവസം കൊണ്ട് 3/4 പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി ദിവസം കൂടി ക്ലാസ് പോയി വൈകുന്നേരം വന്നു കഴിയുമ്പോ വൈകുന്നേരം ഇരുന്നുണ്ടാക്കി. അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് തന്നെ തീർന്നു ഈ വണ്ടിയുടെ പണി. കൂട്ടുകാർ വന്നു. ഇതിന് ചുമ്മാ രസത്തിന് ഉദ്ഘാടനം പോലെയൊക്കെ വെച്ചായിരുന്നു. കൂട്ടുകാരൊക്കെ എല്ലാവരും വന്ന് എല്ലാവരും കൂടി ഉദ്ഘാടനമൊക്കെ ചെയ്തു ഈ വണ്ടി. ചേട്ടായി ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നു, ലിറ്ററേച്ചർ ഇംഗ്ലീഷ്, ന്യൂമാൻ കോളേജിലാണ് പഠിക്കുന്നത്. ചേട്ടായി ഇങ്ങനെ ഗിറ്റാർ, കീബോർഡ്, ഡ്രംസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ചെയ്യും. പിന്നെ ഓരോ സ്ഥലത്തും പെർഫോം ചെയ്യാനൊക്കെ പോവാറുണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട്. മുഴുവൻ സമയം നമ്മൾ മീഡിയയിൽ നോക്കി ഫോൺ കണ്ടുകൊണ്ട് ഇരിക്കുന്നതിലും ഭേദം നമ്മുടെ കഴിവ് ഓരോന്നിങ്ങനെ തെളിയിച്ച്, പല കഴിവുകളും ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും. അതൊക്കെ നമ്മൾ ചെയ്ത് അതിനെ ഇച്ചിരിയും കൂടി പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് പിന്നെയും മുമ്പോട്ട് വരും. ഞാൻ മുതലക്കോട് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട്. അതിന് മുമ്പ് വഴിത്തല സ്കൂളിലായിരുന്നു. 10-15 വർഷത്തോളം ആയവന സ്കൂളിൽ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പല കൂട്ടം പരിപാടികളിൽ ആക്റ്റീവായിട്ട് നടക്കുന്നത് കാണാറുണ്ട്. ഡ്രോയിങ് കാണാറുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ട് ഓരോ വർക്ക് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനോടൊരു താല്പര്യമുണ്ട്, ഒരു കഴിവുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ സ്ഥിരം പിള്ളേരോട് പറയുന്നതാണ്, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക, അത് ഫോണിൽ നോക്കിയിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ സ്കൂളിൽ സർഗോത്സവവും സർഗവേളയും വർക്ക് എക്സ്പീരിയൻസ് മേളകളും ഒക്കെ സ്ഥിരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതായതുകൊണ്ട് മോനും അതിനു വേണ്ടിയിട്ട്. ഞാൻ കല്ലൂർക്കാട് സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അവൻ്റെ ഡാഡി പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം മുതലേ വണ്ടികളോട് പ്രത്യേക ഒരു ക്രേസ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത് പിന്നീടത് വലുതാകും തോറും അതിനോട് താല്പര്യം കൂടി വരുന്ന കണ്ടപ്പോൾ അവൻ്റെ ഡാഡി തന്നെ അതിനൊരു പ്രോത്സാഹനം കൊടുത്തു. അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഉപയോഗം ഒത്തിരി കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. അത് അതുകൊണ്ട് തന്നെ അതിനെ ഞങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത്. അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം ഇതിനോടുള്ള താല്പര്യം കൂടി വരുന്ന പോലെ തോന്നി. പഠനത്തോടുള്ള താല്പര്യം കുറയാതെ ഇത് കൊണ്ടുപോയാൽ മതി എന്ന് ഞങ്ങൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മറ്റു കുട്ടികളോടും പറയാനുള്ളത്,
പരമാവധി സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യാതെ, ഫോൺ ആവശ്യമാണ്, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും കഴിവുകളുള്ളത് തിരിച്ചറിയാൻ, വരയ്ക്കാനോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ മ്യൂസിക് പരമായിട്ടുള്ള കഴിവുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, അത് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടും. നമുക്ക് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് അത് ഏറ്റവും സഹായകരമായിട്ട് മാറും. കെവിൻ്റെ ചേട്ടായി ജസ്റ്റിനാണ്. അവൻ ഈ പറഞ്ഞ പോലെ മ്യൂസിക് നല്ല താല്പര്യമുള്ള ആളാണ്. പുള്ളിക്കാരൻ കീബോർഡും ഗിറ്റാറും ഡ്രംസും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ന്യൂമാൻ കോളേജിൽ പഠിക്കുന്നു, അവിടെ പെർഫോം ചെയ്യാറുണ്ട്, ഓരോ മത്സരങ്ങൾക്ക് പോയി സമ്മാനമൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അവർക്കത് ഓരോ നേട്ടത്തിൽ അവർക്ക് വരുന്നൊരു സന്തോഷം നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കും സന്തോഷം ഇത് കാണുമ്പോൾ. ജനപ്രതിനിധികളടക്കം നിരവധി കൂട്ടുകാരും അധ്യാപകരും ഈ കൊച്ചുമിടുക്കന്റെ കലാസൃഷ്ടി കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ്.